രമേശ വിത്തൗട്ട് എന്താ പരിപാടി? ഒരു ആന കുടിക്കണ്ടേ? അത് നോക്കിക്ക. ആനയാ ആനിയ? ആനിയാണല്ല. നാണണ്ടാ നിനക്ക്? നിന്നൊക്കെ പേടിച്ച് നാട്ടിലെ പെണ്ണുങ്ങൾക്ക് കുളിക്കാൻ പറ്റാണ്ടായ കഷ്ടം. ഇതും പേടില്ല നിന്നെ പോലെ രമേശ. കുളിക്കണത് കുളിഞ്ഞു നോക്കുന്നുണ്ടോ വിത്തൗട്ടേ രമേശ? വിത്തൗട്ട് രമേശ, നീ ആരെ നോക്കിയേക്കണ്? ചിത്തടാ, നമ്മുടെ ദാസേണ്ടായ വീടും പറമ്പില്ലേ, അത് നോക്കാൻ ആൾക്കാർ എന്തേ? ആ വീടാ? ആ, അപ്പൊ അവരെ കാത്തുക. സത്യം പറയാ രമേശ, ഈ കച്ചവടം മുടക്കാനല്ല നിക്കണ്. ഏയ്, ആ പരിപാടിക്ക് രമേശ് നിർത്തില്ലേ? രമേശ, നിന്റെ കല്യാണം മുടക്കൽ കാരണേ നാട്ടിന്ന് ഒരു സദ്യ കിട്ടാണ്ടായിട്ട. ഇവിടെ വരെ കല്യാണം നടക്കില്ലേ? പിന്നെ നാട്ടില് വേറെ കല്യാണം സമ്മതിക്കില്ല രമേശൻ. വരുന്നുണ്ടല്ലോ ബൈക്കില്, അവരാവോ രമേശ? ഇതുവരെ ഞാൻ തോന്നുന്നു. എടാ, ആ പന്തൽ ദാസന്റെ വീട് ഏതാ? ആ ഒഴിഞ്ഞെടുക്കുന്ന വീടേ. ഏത് പന്തൽ ദാസന്റെ വീടാ? ആ സ്ഥലവും വീടും കൊടുക്കാണ്ടെന്ന് കേട്ടെ, അത് നോക്കാൻ വേണ്ടി വന്നാ. ആ വീടാ, നല്ല വീടാ, ഒരുപാട് പേരായി വന്ന് നോക്കണ്. അതെ, ഏത് ദാസന്റെ വീട്? നല്ല വീടാണ്. ആ, ഇത്തന്നെ പ്രാന്തണ്ടാ. ഞാൻ നാളെ പോയപ്പോഴേ ഒരു ശൂശു സൗണ്ട്. ശൂശു? അത് വല്ല മൂർഖനായിരിക്കുന്നേ. മൂർഖനല്ല, ഞാൻ ഞെട്ടിപ്പോയില്ലേ. നോക്കിപ്പോണ്ടല്ലോ ഒരു വെള്ള സൈഡ് പെണ്ണ്. ഒന്ന് പോടാ. ചിത്താടെന്നത് പറയുന്നു. 2 ദിവസം ഞാൻ പേടിച്ചിടുന്നത്. ഇവിടെ തന്നെ വേണ നോക്കി കണ്ടെടുത്താ പോരെ. അല്ലേടാ, ഈ ചേട്ടൻ പറഞ്ഞു സത്യാവും. നമ്മൾ വേറെ വീട് നോക്കണം. നമ്മൾ പോണ വീടൊക്കെ വള്ളി കെട്ടുകളാണല്ലോ. പോണത് പോട്ടെ, എത്ര വീടുണ്ട് നമ്മുടെ കയ്യില്? വേറെ ഉണ്ടോ? ആടാ, പോവാക്ക് വേറെ വീട് തെരഞ്ഞു പോവാ. അപ്പൊ ശരിയാടാ, കാണാടാ, വളരെ ഉപകാരം. അല്ലേടാ, ഒരു കാര്യം, ഇവിടെ അടുത്തല്ലേ വിത്തൗട്ട് രമേശന്റെ വീട്? ആ, ഇവിടെ തന്നെ. ചേട്ടൻ വരുന്നിട്ടാ? സാബു. സാബുലെ? ഇവിടെ ഒരു വിത്തൗട്ട് രമേശ് എന്ന് പറഞ്ഞ ആളുണ്ട്, നല്ല പരദൂഷണാണ്. അത് കാരണോട് ചോദിച്ചാടാ ചേട്ടാ. ശരി എന്നാ. സത്യത്തിൽ ആ വീടിന് വല്ല പ്രശ്നമുണ്ട്? ആ വീട് ഞാൻ വിൽക്കാൻ സമ്മതിക്കില്ലേ. എന്ത്? അത് ഞാനേ രാത്രി സുമ്മത്തേറ്റ് കത്ത് പറയാൻ പോണ ഇവിടെ. അത് ഞാൻ കൊടുക്കേ സമ്മതിക്കില്ല രമേശൻ. നാട്ടിൽ പരദൂഷണക്കാർ